ഇത്തവണ ജ്യോതി മൊബൈൽസിനോടൊപ്പം അടിച്ചു പൊളിക്കാം. 99 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ നേടാം തായ്ലൻഡ് ട്രിപ്പ്. കൂടാതെ ഓരോ ഫോൺ പർച്ചേസ് ചെയ്യുന്നവരെ കാത്തിരിക്കുന്നത് ഉറപ്പായ മറ്റനേകം സമ്മാനങ്ങളും. ഭർത്താവുമൊത്ത് അഞ്ചലിലെ തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ വീട്ടമ്മയ്ക്ക് നേരെ ബാർ ജീവനക്കാരനായ യുവാക്കളുടെ അതിക്രമം. പിന്നീട് കേസ് ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞവർ ജോലി ചെയ്യുന്ന ബാറിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തി അതിക്രമത്തിനിരയായ വീട്ടമ്മയുടെ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിച്ചു. അഞ്ചൽ ഹൈബീസ് ബാറിലെ ജീവനക്കാരനായ ആറന്മുള ഇടമൻപാറയിൽ ഹൗസിൽ പ്രമോദ് തമ്പി, ഇടയാറന്മുള ഇടത്തറ മേലേതിൽ സുജിത് എന്നിവരെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇക്കഴിഞ്ഞ ദിവസമാണ് സിനിമ കാണാനെത്തിയ വീട്ടമ്മയ്ക്ക് നേരെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന വേളയിൽ അതിക്രമം കാട്ടിയത്. യുവതി അറിയിച്ചതിനെ തുടർന്ന് ഭർത്താവ് ഇത് ചോദ്യം ചെയ്തു. ഇത് പിന്നീട് വാക്കുതർക്കത്തിലേക്ക് നീങ്ങി. ഇതോടെ ദമ്പതികൾ പോലീസിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. എന്നാൽ കേസ് വേണ്ടെന്നും സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് പ്രശ്നം പറഞ്ഞു തീർക്കാമെന്നും പറഞ്ഞ് യുവതിയുടെ ഭർത്താവിനെ ബാറിലേക്ക് വിളിച്ചു വരുത്തുകയും ഇവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിൽ മൂക്കിന്റെ പാലം തകർന്ന യുവാവിനെ പിന്നീട് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് യുവാവിന്റെയും യുവതിയുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതേസമയം അഞ്ചൽ ഹൈബീസ് ബാറിനെ കുറിച്ച് മുമ്പും നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. വിഷുദിനത്തിൽ ബാറിന് മുന്നിലെ സംഘർഷത്തിൽ യുവാവിന് പരിക്കേറ്റിരുന്നു. ഇവിടെ എത്തുന്നവരോട് ബാർ ജീവനക്കാർ പെരുമാറുന്നത് ഗുണ്ടകളെ പോലെയാണെന്നും ആക്ഷേപമുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ.